ഇന്നത്തെ വീഡിയോ ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനാവശ്യമായിട്ട് കൂന്തൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനാവശ്യമായിട്ട് മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടി അത്യാവശ്യത്തിൽ ചേർത്ത് കൊടുക്കണം. ഇതിപ്പം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് അതൊന്ന് കണവൊന്ന് വേവിക്കാൻ വെക്കണം. ആ എടുക്കുന്ന കണവായ്ക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒന്ന് അടച്ചു വെച്ച് നമുക്കിനി കടവ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പം നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണവ വേവിക്കാൻ പറ്റി വെള്ളമൊക്കെ ഒന്ന് അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. എങ്കിലും ബാക്കി വന്ന ആ വെള്ളമൊന്നും നമ്മൾ കളയരുത്. എല്ലാം ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഈ റോസ്റ്റ് ചെയ്യുമ്പോൾ. എൻ്റെ കണവ ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ബാക്കി വന്ന ആ ഒരു ഗ്രേവിയും മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതേ പാത്രത്തിൽ തന്നെയാണ് റോസ്റ്റ് ചെയ്യാനുള്ള ഉള്ളിയും വഴറ്റിയെടുക്കുന്നത്. ഇപ്പം പാത്രം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇപ്പം കടുകിട്ട് കൊടുത്ത് കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്കിനി റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ഉള്ളി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് സവാള ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഈ കണവ വേവിക്കാൻ വെച്ച അതേ പാത്രത്തിൽ തന്നെയാണ് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് മസാലപ്പൊടിയാണ്. അതും 1/4 ടീസ്പൂൺ മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ വരുന്നത്രയും പെരുംജീരകപ്പൊടി, വലിയ ജീരകപ്പൊടി അതും ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഗരം മസാലപ്പൊടിയാണ് ആദ്യം ചേർത്തത്. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഞാനിപ്പോൾ ഇവിടെ ഒരു 2.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 2.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കണവ വേവിച്ചപ്പോൾ ഇട്ടതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയെ ചേർത്ത് കൊടുത്തത്.
ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച കണവായും അതിലേക്ക് ചേർത്ത് കൊടുക്കണം. കണവായി നമ്മൾ ആ വേവിക്കാൻ വെച്ചപ്പം കുറച്ച് ഗ്രേവിയും കാണും. കണവ വേവിക്കാൻ വെച്ച അതുമെല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കണം. ഉപ്പ് പോരാങ്കിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണേ. ഇതിപ്പോൾ ഞാനൊരു അരമുറി തക്കാളി എടുത്തിട്ടുണ്ട്. അതും അതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം മല്ലിയിലയും കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞതിലിട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് തക്കാളി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ആ വെള്ളമെല്ലാം വറ്റി ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പൊത്തി വെച്ചിട്ടുണ്ട്. തക്കാളി ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ചേർത്ത് കൊടുക്കുമ്പം സവാള ഉള്ളിയുടെ കൂടെ തക്കാളി ചേർത്ത് പെട്ടെന്ന് അത് വഴണ്ടി കിട്ടത്തില്ല. ലാസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ ആ തക്കാളിയുടെ വെള്ളത്തിൽ ഒന്നും കൂടെ ഒന്ന് കുക്കായി കിട്ടും. ഇതിപ്പം കറക്റ്റ് കുക്കായിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലായിടവും പിടിക്കുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കൂന്തൽ റോസ്റ്റ്